ആരും ഒരിക്കലും ഒരു തെറ്റിൽ നിന്നും യഥാർത്ഥത്തിൽ രക്ഷപ്പെടാത്ത. അതുപോലെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യം ശരിക്കും അവർക്ക് വേണ്ടിയല്ലാത്തൊരു പ്രപഞ്ചത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് എല്ലാം നമ്മളിലേക്ക് തന്നെ തിരികെ എത്തുന്ന ഒരു വ്യവസ്ഥ അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. എല്ലാം തിരികെ നമ്മളിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റം. അപ്പോ നമ്മുടെ ഈ പുതിയ ആശയ ഗവേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദി ആർക്കിടെക്ചർ ഓഫ് ഡിവൈൻ ജസ്റ്റിസ് അഥവാ ദൈവിക നീതിയുടെ വാസ്തുവിദ്യ എന്ന സ്രോതസ്സാണ്. വളരെ ഗഹനമായൊരു വിഷയമാണിത്. തീർച്ചയായും. ഇതിൽ സൂറ ഫുസ്സിലത്ത് അധ്യായം 41 വരി 46 എന്ന ഒരൊറ്റ വാചകത്തെക്കുറിച്ചാണ് നാം ഇന്ന് ആഴത്തിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, വെറുമൊരു വാചകത്തിൽ എന്തു വലിയ കാര്യമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. അങ്ങനെ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈയൊരു വരിക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട്. അതെ, ധാർമ്മികതയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിയെഴുതാൻ പോന്ന ദാർശനിക ആഴമുള്ള ഒരു വരിയാണിത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറിയേക്കാം. ശരിയാണ്. ഈ വാചകം ധാർമ്മികതയെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളെ അടിമുടി ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. സ്രോതസ്സിലെ ആ വരി ഇങ്ങനെയാണ്: നല്ലതും നീതിയുക്തവുമായത് ചെയ്യുന്നവൻ അത് സ്വന്തം നന്മയ്ക്കായി ചെയ്യുന്നു, തിന്മ ചെയ്യുന്നവൻ അത് സ്വന്തം നാശത്തിനായി ചെയ്യുന്നു. ദൈവം തന്റെ സൃഷ്ടികളോട് ഒട്ടും അനീതി കാണിക്കുന്നില്ല. അതായത് ഇതൊരു വെറും ഉപദേശമല്ല അല്ലേ? ഒരിക്കലുമല്ല. ഇതൊരു ലളിതമായ ഉപദേശമല്ല. മറിച്ച് മനുഷ്യന്റെ അസ്തിത്വവും ഈ പ്രപഞ്ചത്തിന്റെ നീതിന്യായ വ്യവസ്ഥയും ശരിക്കും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു സാങ്കേതിക രൂപരേഖയാണ്. ഒരു വാസ്തുവിദ്യ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിലെ ആദ്യ ഭാഗം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. ഈ ആദ്യ വരി പറയുന്നത് നല്ലതും നീതിയുക്തവുമായത് ചെയ്യുന്നവൻ അത് സ്വന്തം നന്മയ്ക്കായി ചെയ്യുന്നു എന്നാണ്. നമ്മൾ പൊതുവേ കരുതുന്നത്, ഇപ്പം നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകുമ്പോൾ നമ്മൾ അവർക്കൊരു വലിയ ഔദാര്യം ചെയ്യുകയാണെന്നല്ലേ? അതെ, നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറുള്ളത്. ഞാൻ എൻ്റെ സമയം അല്ലെങ്കിൽ പണം മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുന്നു എന്നൊരു തോന്നലാണ് അതിൻ്റെ പിന്നിൽ എപ്പോഴും ഉള്ളത്. എന്നാൽ ഈ സ്രോതസ്സ് പറയുന്നത് ഞാൻ ആർക്കു വേണ്ടി ചെയ്യുന്ന കാര്യം യഥാർത്ഥത്തിൽ എനിക്കു വേണ്ടി തന്നെയാണ് എന്നാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതൊരു വലിയ ചോദ്യമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താവ് നമ്മൾ തന്നെയാണെന്നാണോ? ഇതൊരു തരം സ്വാർത്ഥതയല്ലേ? സ്വാർത്ഥത എന്ന വാക്കിനെ നമ്മൾ എങ്ങനെ നിർവചിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ഇപ്പൊ ഇവിടെ സ്രോതസ്സ് സംസാരിക്കുന്നത് ഒരു ഭൗതികമായ ലാഭത്തെക്കുറിച്ചല്ല. പിന്നെ എന്തിനെക്കുറിച്ചാണ്? മറിച്ച് നമ്മുടെ ആന്തരികമായ വാസ്തുവിദ്യയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ഇന്റേണൽ ആർക്കിടെക്ചർ. നിങ്ങൾ ഒരാളോട് കരുണ കാണിക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ആ വ്യക്തിക്കാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത് എന്ന് തോന്നും. അതെ, അവർക്കല്ലേ വിശപ്പടങ്ങുന്നത്. ശരിയാണ്. എന്നാൽ ആ പ്രവൃത്തിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ തന്നെ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ അസ്തിത്വത്തിന്റെ അടിത്തറ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. മാനസികമായ ആരോഗ്യത്തെക്കുറിച്ചും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ചുമുള്ള ആധുനിക പഠനങ്ങൾ ഈ ആശയത്തോട് വളരെ അടുത്തു നിൽക്കുന്നവയാണ്. ഓ, ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ തലച്ചോറിലെ മാറ്റങ്ങളാണോ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സമാധാനവും സഹാനുഭൂതിയുമായി ബന്ധപ്പെട്ട സർക്യൂട്ടുകൾ കൂടുതൽ സജീവമാകുന്നു. അത് നമ്മുടെ തന്നെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണ്. നല്ലൊരു ഉപമയാണത്. അല്ലേ? നമ്മൾ പുഷപ്പ് എടുക്കുന്നത് ജിമ്മിലെ തറയോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ലല്ലോ, മറിച്ച് നമ്മുടെ സ്വന്തം പേശികൾക്ക് കരുത്തു കൂട്ടാനാണ് നമ്മളത് ചെയ്യുന്നത്. അതെ അതെ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയും നമ്മുടെ ധാർമ്മിക പേശികളെ ബലപ്പെടുത്തുന്ന ഒരു വ്യായാമമാണ്. അങ്ങനെയെങ്കിൽ ഈ ധാർമ്മികത എന്നത് പുറത്തുനിന്നുള്ള നിയമങ്ങളുടെ ഒരു പട്ടികയല്ല, അത് നമ്മുടെ സ്വന്തം നിലനിൽപ്പിന്റെ ആവശ്യമായി മാറുന്നു. ജിമ്മിന്റെ ഉപമ വളരെ കൃത്യമാണ്. സൽപ്രവൃത്തികൾ ഒരു ബാധ്യതയായോ അല്ലെങ്കിൽ ഏതെങ്കിലും അദൃശ്യശക്തിയെ പ്രീതിപ്പെടുത്താനുള്ള വഴിയായോ അല്ല ഈ വാചകം അവതരിപ്പിക്കുന്നത്. പിന്നെങ്ങനെയാണ്? നിങ്ങളുടെ സ്വന്തം ഉന്നമനത്തിന്, ഒരു മികച്ച മനുഷ്യനായി പരിണമിക്കുന്നതിന് ആവശ്യമായ ഘടനാപരമായ ഒരു ആവശ്യകതയാണ്. അതായത് ഒരു സ്ട്രക്ചറൽ നെസസിറ്റിയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നത്. നമ്മൾ പലപ്പോഴും കരുണയെയും നീതിയെയും സമൂഹത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങളായിട്ടാണ് കാണാറുള്ളത്. അതെ, സമൂഹം നന്നാവണമെന്ന് വിചാരിച്ചാണ് നമ്മൾ പലതും ചെയ്യുന്നത്. എന്നാൽ ഈ സ്രോതസ്സ് അതിനെ പൂർണ്ണമായും വ്യക്തിപരമായ ഒരു നിർമ്മാണ പ്രക്രിയയായി മാറ്റുകയാണ്.
നിങ്ങൾ സത്യം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ യാഥാർത്ഥ്യബോധത്തെയാണ് കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഭാഗത്താണ് എനിക്ക് വലിയൊരു വിയോജിപ്പുള്ളത്. എന്ത് വിയോജിപ്പാണ്? സ്രോതസ്സിലെ അടുത്ത വരി പറയുന്നത് തിന്മ ചെയ്യുന്നവൻ അത് സ്വന്തം നാശത്തിനായി ചെയ്യുന്നു എന്നാണ്. ഇവിടെയാണ് ഈ യഥാർത്ഥ ജീവിതവും ദാർശനിക ചിന്തയും തമ്മിലൊരു വലിയ വിടവ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഓ, അതെന്തുകൊണ്ടാ? നിങ്ങൾ ചുറ്റും നോക്കൂ. നമ്മൾക്ക് ഒരുപാട് പേരെ കാണാൻ കഴിയും. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെയും സഹപ്രവർത്തകരെ ചവിട്ടിത്താഴ്ത്തി കോർപ്പറേറ്റ് ഗോവണി കയറുന്ന സിഇഒമാരെയും അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളെയും നമുക്ക് കാണാം. അതെ, നമ്മുടെ സമൂഹത്തിൽ അത്തരം ആളുകൾ ഒരുപാടുണ്ട്. അവർ പലപ്പോഴും അതിസമ്പന്നരായി വിലയേറിയ കാറുകളിൽ യാത്ര ചെയ്ത് 90-ാം വയസ്സിൽ വളരെ സമാധാനത്തോടെ സ്വന്തം കിടക്കയിൽ മരിക്കുന്നു. മറുവശത്ത് നോക്കിയാൽ അവർ ദ്രോഹിച്ച പാവപ്പെട്ടവർ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ശരിയാണ്. അപ്പോൾ എവിടെയാണ് ഈ സ്വന്തം നാശം സംഭവിക്കുന്നത്? ഇതൊരു പാവപ്പെട്ടവന്റെ വെറുമൊരു സാന്ത്വനം മാത്രമാണോ? തെറ്റ് ചെയ്യുന്നവർ പുറമെ ഒരു കുഴപ്പവുമില്ലാതെ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. ബാഹ്യമായ വിജയവും ആന്തരികമായ തകർച്ചയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഭൗതികമായ തലത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു തിന്മ ചെയ്യുന്നയാൾ അപ്പപ്പോൾ സാമ്പത്തികമായോ അധികാരപരമായോ നേട്ടങ്ങളുണ്ടാക്കിയേക്കാം. അത് നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ. അതെ. എന്നാൽ ഈ സ്രോതസ്സ് ചൂണ്ടിക്കാണിക്കുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ട് ബാലൻസിനെയോ സാമൂഹിക പദവിയെയോ അല്ല, മറിച്ച് അയാളുടെ അസ്തിത്വത്തെയാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ ബോധപൂർവം ദ്രോഹിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആന്തരികമായി എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? തീർച്ചയായും. മനഃശാസ്ത്രത്തിൽ ഇതിനെ കോഗ്നിറ്റീവ് ഡിസോണൻസ് അഥവാ ചിന്തകളിലെ വൈരുദ്ധ്യം എന്ന് പറയും. മനുഷ്യർ അടിസ്ഥാനപരമായി സാമൂഹിക ജീവികളാണ്. സഹാനുഭൂതി നമ്മുടെ ജീനുകളിൽ തന്നെയുള്ളതാണ്. അപ്പോൾ ഒരാൾ ക്രൂരത കാണിക്കുമ്പോൾ അയാൾ സ്വന്തം മനുഷ്യത്വത്തിന്റെ ഒരു ഭാഗത്തെ നിർബന്ധമായും നിശബ്ദമാക്കേണ്ടിവരും. ആ നിശബ്ദമാക്കൽ എങ്ങനെയാണൊരു നാശമായി മാറുന്നത്? അയാൾക്കത് പതുക്കെ ശീലമായി മാറില്ലേ? ശീലമാകും. അവിടെയാണ് യഥാർത്ഥ നാശം ഒളിഞ്ഞിരിക്കുന്നത്. തുടർച്ചയായി മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ ദ്രോഹിക്കാനോ ഒരു വ്യക്തി സ്വന്തം മനസാക്ഷിയെ അടിച്ചമർത്തുമ്പോൾ അതൊരു മാനസികമായ മരവിപ്പിലേക്ക് നയിക്കുന്നു. ഒരു സൈക്കോളജിക്കൽ നമ്പിംഗ് എന്ന് പറയാം. അതായത് ഒരുതരം വികാരമില്ലായ്മയല്ലേ? അതെ. സഹാനുഭൂതി ഇല്ലാതാകുന്നതോടെ യഥാർത്ഥ സ്നേഹം, വിശ്വാസം, സമാധാനം എന്നിവ അനുഭവിക്കാനുള്ളയാളുടെ ശേഷി തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ അഴിമതിക്കാരനായ കോടീശ്വരൻ ഒരുപക്ഷെ വലിയൊരു മാളികയിലാകും ഉറങ്ങാൻ ശ്രമിക്കുന്നത്. എന്നാൽ അയാൾക്ക് തന്റെ ചുറ്റുമുള്ള ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. അത് ശരിയാണ്. പണമുണ്ടെങ്കിലും സമാധാനമുണ്ടാകില്ല. സ്വന്തം ഭാര്യയെയോ മക്കളെയോ സുഹൃത്തുക്കളെയോ പോലും അയാൾ സംശയത്തോടെയാകും നോക്കിക്കാണുക. അയാൾ ജീവിക്കുന്നത് അയാൾ തന്നെ സൃഷ്ടിച്ച ഒരു ഭയത്തിന്റെ ജയിലിലാണ്. പുറമേ കാണുന്നവർക്ക് ആ ജയിലിന്റെ മതിലുകൾ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നാം, പക്ഷെ ഉള്ളിൽ അതൊരു തടവറ തന്നെയാണ്. ഇതൊരു മികച്ച പോയിന്റാണ്. അപ്പോഴിതൊരു മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു ബ്ലോക്ക് ചെയിൻ ലെഡ്ജർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബ്ലോക്ക് ചെയിൻ ലെഡ്ജറോ? അത് വളരെ രസകരമായൊരു താരതമ്യമാണല്ലോ. അതെ, നമ്മൾക്കറിയാം, ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ഓരോ ഇടപാടും ശാശ്വതമായി രേഖപ്പെടുത്തപ്പെടുന്നു. അത് പിന്നീട് ആർക്കും മായ്ച്ചു കളയാൻ കഴിയില്ല. അതെ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയും അത് മറ്റാരും അറിഞ്ഞില്ലെങ്കിൽ കൂടി നമ്മുടെ ആന്തരികമായ ലെഡ്ജറിൽ ഒരു കേടായ കോഡായി അഥവാ ഒരു കറപ്റ്റഡ് കോഡായി രേഖപ്പെടുത്തപ്പെടുന്നു. പിന്നീട് വരുന്ന നമ്മുടെ ഓരോ തീരുമാനങ്ങളെയും ചിന്തകളെയും ഈ കേടായ കോഡ് ബാധിക്കുന്നു. കൃത്യമാണ്. ക്രമേണ ആ സിസ്റ്റം മുഴുവൻ തകരാറിലാവുന്നു. ഈ ആന്തരിക ജീർണതയെയാണ് സ്രോതസ്സ് സ്വന്തം നാശത്തിനായി ചെയ്യുന്നു എന്ന് വിളിക്കുന്നത്, അല്ലേ? ബ്ലോക്ക് ചെയിൻ ഉപമ ഈ സ്രോതസ്സിന്റെ കാതലായ ആശയത്തെ വളരെ കൃത്യമായി ഉൾക്കൊള്ളുന്നുണ്ട്. സ്രോതസ്സ് വിവരിക്കുന്ന ആർക്കിടെക്ചർ അഥവാ വാസ്തുവിദ്യ എന്നത് നമ്മുടെ ധാർമ്മികതയുടെ ഘടനയാണ്. എഞ്ചിനീയറിംഗിൽ സ്ട്രക്ചറൽ ലോഡ് എന്നൊരു കാര്യമുണ്ട്. സ്ട്രക്ചറൽ ലോഡ്? ഓ, അത് കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ? അതെ. ഒരു കെട്ടിടത്തിന്റെ അടിത്തറയിൽ ചെറിയൊരു വിള്ളൽ വീണാൽ അത് പെട്ടെന്ന് തകർന്നു വീഴില്ല. വർഷങ്ങളോളം ആ കെട്ടിടം വളരെ ഗാംഭീര്യത്തോടെ നിൽക്കുന്നതായി തോന്നും. എന്നാൽ അകത്ത് സ്ട്രെസ് ഫ്രാക്ചറുകൾ പെരുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവരുടെ വ്യക്തിത്വത്തിൽ വിള്ളലുകൾ വീഴുന്നു.
നമ്മൾ വലിയ കോടീശ്വരന്മാരുടെയും സ്വേച്ഛാധിപതികളുടെയും കാര്യം വിടാം. സാധാരണക്കാരായ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ദിവസവും നമ്മൾ വലിയ ക്രൂരതകളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. അതെ, നമ്മൾ ആരും അങ്ങനെ വലിയ തെറ്റുകൾ ചെയ്യാറില്ലല്ലോ. എന്നാൽ ഓഫീസിലൊരു സഹപ്രവർത്തകനെക്കുറിച്ച് നമ്മൾ ചെറിയൊരു ഗോസിപ്പ് പറയുന്നു, അല്ലെങ്കിൽ ട്രാഫിക്കിൽ മറ്റൊരാളെ അനാവശ്യമായി ചീത്ത വിളിക്കുന്നു. അതുമല്ലെങ്കിൽ ഒരു സുഹൃത്ത് സഹായം ചോദിച്ചപ്പോൾ നമ്മൾക്കത് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ഒരു കള്ളം പറഞ്ഞൊഴിയുന്നു. ചെറിയ ചെറിയ തെറ്റുകൾ. ഈ പറയുന്ന ചെറിയ കാര്യങ്ങൾ, ഈ മൈക്രോ ബിട്രയൽസ്, നമ്മുടെ ഈ വാസ്തുവിധിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. ഈ ചെറിയ കാര്യങ്ങൾ നമ്മെ കാര്യമായി ബാധിക്കില്ല എന്നാണ് നാം എപ്പോഴും കരുതുന്നത്. എന്നാൽ ഈ ഓരോ ചെറിയ കള്ളവും ഓരോ ചെറിയ സ്വാർത്ഥതയും നാം നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ചെയിനിലെ ഓരോ പുതിയ ബ്ലോക്കുകളാണ്. ഓരോ പുതിയ ബ്ലോക്കുകൾ. അതെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളോടുള്ള നിങ്ങളുടെ തന്നെ ബഹുമാനമാണ് കുറയ്ക്കുന്നത്. ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന നിങ്ങളുടെ അടിസ്ഥാന വിശ്വാസത്തിനേൽക്കുന്ന ചെറിയ പോറലുകളാണിവ. ആ പോറലുകൾ പിന്നീട് വലുതാകുമോ? തീർച്ചയായും. കാലക്രമേണ ഈ ചെറിയ പോറലുകൾ ചേർന്ന് നിങ്ങളുടെ ലോകവീക്ഷണത്തെ തന്നെ മാറ്റുന്നു. നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോൾ സ്വാഭാവികമായും ലോകം മുഴുവൻ വഞ്ചകരാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചുറ്റുമുള്ള ലോകം ശത്രുതാപരമാണെന്ന തോന്നല് നിങ്ങളിൽ രൂപപ്പെടുന്നു. ഇത് നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നതിന് തുല്യമല്ലേ? അതായത് നമ്മൾ കുഴിക്കുന്ന കുഴിയിൽ നമ്മൾ തന്നെയാണ് ആദ്യം വീഴുന്നത് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ലോകത്തേക്ക് എന്ത് വിഷം വമിക്കുന്നുവോ ആ വിഷം ആദ്യം കടന്നുപോകുന്നത് നമ്മുടെ തന്നെ സിസ്റ്റത്തിലൂടെയാണ്. 100% ശരിയാണ്. അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെയാണ് ആദ്യം കാർന്നു തിന്നുന്നത്. ഇതൊരു ഭയപ്പെടുത്തുന്ന തിരിച്ചറിവാണ്. അപ്പോൾ ഇവിടെ നിന്നും നാം ഈ സ്രോതസ്സിലെ ഏറ്റവും സങ്കീർണവും ഗൗരവമേറിയതുമായ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അവസാന വരി ഇതാണ്: ദൈവം തന്റെ സൃഷ്ടികളോട് ഒട്ടും അനീതി കാണിക്കുന്നില്ല. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കർമ്മസിദ്ധാന്തം പോലെയല്ലേ? കർമ്മസിദ്ധാന്തമോ? എങ്ങനെ? അതായത് ഓരോ ആക്ഷനും തുല്യമായ റിയാക്ഷൻ എന്ന ഭൗതികശാസ്ത്ര നിയമം പോലെ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ദൈവത്തിന്റെയോ സൃഷ്ടാവിന്റെയോ ആവശ്യം എന്തിനാണ്? ദൈവം വെറുതെ ഈ നിയമങ്ങൾ ഉണ്ടാക്കിവെച്ചു മാറി നിൽക്കുന്ന ഒരു നിഷ്പക്ഷനായ നിരീക്ഷകൻ മാത്രമാണോ? ഈ ചോദ്യം ഈ ആശയഗവേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. കർമ്മസിദ്ധാന്തം പലപ്പോഴും ഒരു അന്ധമായ ഗണിതശാസ്ത്ര സമവാക്യം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതുപോലെ. അതെ, ഒരു ഓട്ടോമാറ്റിക് മെഷീൻ പോലെ. എന്നാൽ ഇവിടെ ദൈവിക നീതിയുടെ വാസ്തുവിദ്യ എന്ന് പറയുമ്പോൾ അതിലൊരു വാസ്തുശില്പിയുണ്ട്, അതായത് ഒരു ആർക്കിടെക്ട്. ഇതൊരു ഇന്റലിജന്റ് ആയ, ബോധപൂർവം നിലനിർത്തുന്ന ഒരു സിസ്റ്റമാണ്. എന്നാൽ മനുഷ്യരുടെ കോടതികളെ പോലെയല്ല ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. മനുഷ്യരുടെ കോടതികളെ പോലെയല്ല എന്ന് പറയുമ്പോൾ എന്ത് വ്യത്യാസമാണുള്ളത്? മനുഷ്യരുടെ നീതിന്യായ വ്യവസ്ഥയിൽ വികാരങ്ങൾക്കും മുൻവിധികൾക്കും വലിയ സ്ഥാനമുണ്ട്. ഒരു ജഡ്ജിക്ക് ഒരാളോട് സഹതാപം തോന്നിയേക്കാം, അല്ലെങ്കിൽ ദേഷ്യം തോന്നിയേക്കാം. തെളിവുകൾ നശിപ്പിക്കപ്പെടാം, പണത്തിന്റെ സ്വാധീനത്താൽ വിധി മാറ്റിമറിക്കപ്പെടാം. അത് ശരിയാണ്. അവിടെ പലപ്പോഴും അഴിമതി നടക്കാറുണ്ട്. അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ഈ സ്രോതസ്സ് അവതരിപ്പിക്കുന്ന ദൈവിക വാസ്തുവിദ്യയിൽ ദൈവം തന്നിഷ്ടപ്രകാരം ചിലർക്ക് ഇളവുകൾ നൽകുകയും ചിലരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷപാതിയല്ല. ഈ പ്രപഞ്ചത്തിന്റെ ഡിസൈൻ തന്നെ പൂർണ്ണമായും നീതിയുക്തമാണ്. ഒട്ടും അനീതി കാണിക്കുന്നില്ല എന്ന പ്രഖ്യാപനം ആ ഘടനയുടെ സുതാര്യതയെയും കൃത്യതയെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവം ഇവിടെ ഒരു സിംഹാസനത്തിലിരിക്കുന്ന വിധികർത്താവല്ല, മറിച്ച് ഗുരുത്വാകർഷണ നിയമം പോലെ മാറ്റാൻ കഴിയാത്ത എന്നാൽ ജീവനുള്ളൊരു വ്യവസ്ഥയുടെ സൂക്ഷിപ്പുകാരനാണ് എന്ന് പറയാമോ? ഗുരുത്വാകർഷണത്തിന്റെ ഉപമ വളരെ കൃത്യമാണ്. നമ്മൾക്കറിയാം, ഗുരുത്വാകർഷണം ആർക്കെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ പ്രവർത്തിക്കില്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിലും ചീത്ത മനുഷ്യനാണെങ്കിലും 10ാം നിലയിൽ നിന്ന് താഴേക്ക് വീണാൽ ഗുരുത്വാകർഷണം നിങ്ങളെ താഴെ എത്തിക്കും. അതിൽ യാതൊരു വിവേചനവുമില്ല. അതെ, അത് പ്രകൃതിയുടെ നിയമമാണ്. അത് ഗുരുത്വാകർഷണത്തിന്റെ ക്രൂരതയല്ല, ആ സിസ്റ്റത്തിന്റെ സ്വഭാവമാണ്. ഈയൊരു തികഞ്ഞ നിഷ്പക്ഷതയെയാണോ ഒട്ടും അനീതി കാണിക്കുന്നില്ല എന്നത് അർത്ഥമാക്കുന്നത്? തീർച്ചയായും. പ്രപഞ്ചത്തിന്റെ ഈ ധാർമ്മിക ഗുരുത്വാകർഷണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് ആരോ നിങ്ങളോട് ദേഷ്യം തീർക്കുന്നതുകൊണ്ടല്ല, അത് ആ പ്രവൃത്തിയുടെ തന്നെ അവിഭാജ്യ ഘടകമായതുകൊണ്ടാണ്.
അതായത് കർമ്മവും ഫലവും രണ്ടും ഒന്നാണ്. അതെ, ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണ് പ്രവൃത്തിയും അതിന്റെ ഫലവും. ഈ ഡിസൈനിൽ പിഴവുകളില്ല. മനുഷ്യരുടെ നിയമങ്ങളിൽ പഴുതുകളുണ്ടാകാം, എന്നാൽ പ്രപഞ്ചത്തിന്റെ ഈ ധാർമ്മിക ബ്ലോക്ക് ചെയിനിൽ യാതൊരു പഴുതുകളുമില്ല. ആർക്കും ഹാക്ക് ചെയ്യാൻ കഴിയാത്തൊരു കോഡിംഗാണത്. ഇതിൽ മറ്റൊരു തലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മോശം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ ദൈവത്തെ പഴിചാരാറുണ്ട്. എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്, ദൈവം എന്നോട് അനീതി കാണിച്ചു എന്നൊക്കെ നമ്മൾ എപ്പോഴും പരാതിപ്പെടാറുണ്ടല്ലോ. അതെ, മനുഷ്യന്റെ ഒരു പൊതുവായ സ്വഭാവമാണത്. എന്നാൽ ഈ സ്രോതസ്സ് പറയുന്നത് അത്തരമൊരു അനീതി ഈ സിസ്റ്റത്തിൽ സാധ്യമല്ല എന്നാണ്. അതായത് നമ്മൾ നമ്മുടെ പ്രവൃത്തികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവൂ. എനിക്ക് സംഭവിക്കുന്ന എല്ലാ നല്ലതിനും ചീത്തയ്ക്കും കാരണം ഞാൻ തന്നെയാണ് എന്ന ആത്യന്തികമായ തിരിച്ചറിവ്. ഇത് വലിയൊരു സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം വലിയൊരു ഭാരം കൂടിയാണ് തലയിൽ വെച്ച് തരുന്നത്. അത് വളരെ ശരിയായ നിരീക്ഷണമാണ്. ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഈ സിസ്റ്റത്തിൽ അനുവദനീയമല്ല. വിക്ടിം കാർഡ് കളിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വന്തം വീഴ്ചകളെ ന്യായീകരിക്കുന്ന മനുഷ്യസഹജമായ സ്വഭാവത്തിനേൽക്കുന്ന വലിയൊരു പ്രഹരമാണ് ഈ വരികൾ. അതെ, ആർക്കും കുറ്റപ്പെടുത്താൻ വേറൊരാളില്ല. നിങ്ങളുടെ ആന്തരികമായ തകർച്ചയ്ക്ക് കാരണം മറ്റാരെങ്കിലുമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറി നിൽക്കാനാകില്ല. കാരണം ആത്യന്തികമായി നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ, അവയാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ആർക്കിടെക്ചർ പെർഫെക്റ്റ് ആണ്. അതിൽ നിങ്ങൾ എന്ത് നിർമ്മിക്കുന്നു എന്നത് മാത്രമാണ് ചോദ്യം. ശരി, വളരെ ഗഹനമായൊരു ചർച്ചയായിരുന്നു ഇത്. നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി ചുരുക്കി പറയാം. തീർച്ചയായും. ദി ആർക്കിടെക്ചർ ഓഫ് ഡിവൈൻ ജസ്റ്റിസ് എന്ന സ്രോതസ്സിൽ നിന്നുള്ള ഈ ഒറ്റ വാചകം ധാർമ്മികതയുടെ കോഡ് എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണിച്ചു തന്നത്. ഒന്നാമതായി, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആർക്കും വേണ്ടിയുള്ള ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ആന്തരിക വാസ്തുവിദ്യയെ ശക്തിപ്പെടുത്താനുള്ള ടൂളുകളാണ്. ശരിയാണ്. വ്യവസ്ഥ തികച്ചും സുതാര്യവും പക്ഷപാതരഹിതവും ഒരു തരിമ്പ് പോലും അനീതിയില്ലാത്തതുമാണ്. അതെ, മനുഷ്യന്റെ കർമ്മങ്ങളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് എത്രത്തോളം വലിയ ദാർശനിക അർത്ഥമാണ് വളരെ ലളിതമായ ഈ ഒരൊറ്റ വാചകം ഉൾക്കൊള്ളുന്നതെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇത് നമ്മുടെ ലോകത്തോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒന്നാണ്. തീർച്ചയായും. ഇനി നിങ്ങൾ ഈ പോയിന്റുകളെ നിങ്ങളുടെ ജീവിതവുമായി ഒന്ന് ബന്ധിപ്പിച്ചു നോക്കൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും, പുറത്തു പറയുന്ന ഓരോ വാക്കും, മനസ്സിൽ വിചാരിക്കുന്ന ഓരോ ചിന്തയും ഒരു തികഞ്ഞ ബ്ലോക്ക് ചെയിൻ ലെഡ്ജറിൽ നിങ്ങളുടെ സ്വന്തം ഗുണത്തിനോ ദോഷത്തിനോ വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്നു എന്ന തിരിച്ചറിവ് നാളത്തെ നിങ്ങളുടെ തീരുമാനങ്ങളെ എങ്ങനെ മാറ്റും? അതൊരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരും. അതെ, ട്രാഫിക്കിൽ നിങ്ങളെ മറികടന്നു പോകുന്ന ഒരാളോട് ദേഷ്യപ്പെടുമ്പോഴോ ഓഫീസിലെ രാഷ്ട്രീയങ്ങളിൽ ഇടപെടുമ്പോഴോ ഈ ഒരു നിയമം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം പൂർണ്ണമായും മാറില്ലേ? മാറാതെ തരമില്ലല്ല. എന്നാൽ നമ്മൾ ഈ ആശയ ഗവേഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്നെ കുഴപ്പത്തിലാക്കുന്ന ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് വയ്ക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഫലം നാം തന്നെ അനുഭവിക്കണമെന്നും അത് നല്ലതായാലും ചീത്തയായാലും നമ്മിലേക്ക് തന്നെ തിരികെ എത്തുമെന്നും ഈ സിസ്റ്റം പൂർണ്ണമായും അണുവിട തെറ്റാത്തതാണെന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. അതെ, നമ്മളത് വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾക്ക് പരസ്പരം ക്ഷമിക്കുക അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്ന ആശയത്തിന് ഇവിടെ എന്ത് സ്ഥാനമാണുള്ളത്? അതൊരു വളരെ സങ്കീർണമായ ചിന്തയാണ്. അതെ, ഞാൻ ഒരാളെ ദ്രോഹിച്ചു എന്ന് കരുതുക. ആ തിന്മ എന്റെ തന്നെ ആന്തരികമായ നാശത്തിന് കാരണമാകുമെന്ന് ഈ വാസ്തുവിദ്യാ നിയമം കൃത്യമായി പറയുന്നു. അങ്ങനെയെങ്കിൽ ആ വ്യക്തി എന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്തു മാറ്റമാണുണ്ടാകുക? സ്വന്തം കർമ്മഫലം നാം തന്നെ അനുഭവിക്കണമെങ്കിൽ മറ്റൊരാളുടെ ക്ഷമയ്ക്ക് ആ മാറ്റം വരുത്താനാകാത്ത ദൈവീക വാസ്തുവിദ്യയിൽ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ചെയിനിൽ ഇടപെട്ട് കോഡ് തിരുത്താൻ സാധിക്കുമോ? അതൊരു ശരിയായ ചോദ്യമാണ്. ക്ഷമയ്ക്കവിടെ എന്ത് ചെയ്യാൻ കഴിയും? അതോ ആ ക്ഷമിക്കുന്ന പ്രവൃത്തി അത് ചെയ്യുന്നയാളുടെ സ്വന്തം അക്കൗണ്ടിലേക്കുള്ള മറ്റൊരു ഉജ്ജ്വലമായ സൽപ്രവൃത്തി മാത്രമായി മാറുമോ? നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കും വ്യാഖ്യാനങ്ങൾക്കുമായി ഞാൻ ഈ ചോദ്യം ഇവിടെ വിടുകയാണ്. ഇത് തീർച്ചയായും ശ്രോതാക്കളെ ഒരുപാട് ചിന്തിപ്പിക്കും. അടുത്ത തവണ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റിലേക്ക് വഴുതി വീഴാൻ പോകുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ പണിയുന്ന ആ വാസ്തുവിദ്യയെക്കുറിച്ച് ഒന്നോർക്കുക. അവിടെ വിള്ളലുകൾ വീഴാതെ നോക്കേണ്ടത്
നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഈ പുതിയ ആശയങ്ങൾ നിങ്ങൾക്കും ചിന്തോദ്ദീപകമായി തോന്നിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമാകട്ടെ. വീണ്ടും കാണാം.